നമ്മളുള്ളത് കോഴിക്കോട് നടക്കാവുള്ള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. നമ്മുടെ കുട്ടികൾ ഇവിടെ ഇതാ നെക്സ്റ്റ് എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സൈലത്തിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്ക് 100% സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള എക്സാം ആണ് ഇവിടെ നടക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പാരൻസിന് നമ്മുടെ ഈ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചാൽ കുട്ടികൾക്ക് എന്തൊക്കെ മെച്ചമാണ് കിട്ടുന്നത്. +1 +2 ബോർഡ് എക്സാമിന്റെ കൂടെ തന്നെ നീറ്റ് JEE പോലത്തെ എക്സാമിന് ഏത് രീതിയിൽ പ്രിപ്പറേഷൻ കൊടുക്കും, കുട്ടികൾ എന്താണ് അവിടെ കിട്ടുന്നത് ലഭിക്കുന്നത് എന്നുള്ള പ്രോപ്പർ ഓറിയന്റേഷൻ ക്ലാസ്സും ഇതിന് കൂടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നീറ്റ് JEE രണ്ടും പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ് എക്സാം എഴുതുന്നത്. അപ്പം ആ രീതിയിൽ എങ്ങനെ അവരുടെ എക്സാം ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കുട്ടികളോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എങ്ങനെയുണ്ട് ആണ് നമ്മുടെ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടാണോ എഴുതിയത്? എത്രാമത്തെ വട്ടം എഴുതുന്ന? ആദ്യമായിട്ടാണോ? 3ാമത്തെ വട്ടം. അടിപൊളിയായിട്ട് എഴുതി. ഇതിന് മുന്നേ പ്രിപ്പയർ ഒക്കെ ചെയ്തിരുന്നു എക്സാം? നമ്മുടെ ചാനലിലെ ക്ലാസ് ഒക്കെ കണ്ട് നല്ല ബെറ്റർ ആയിട്ട് എഴുതാൻ പറ്റിയിട്ടുണ്ട്. നീറ്റിന് കുറെ ദിവസമായി പ്രിപ്പയർ ചെയ്യുന്ന നെക്സ്റ്റ് എക്സാമിന് വേണ്ടിയിട്ട്? കുറച്ച് ദിവസമായി. കുഴപ്പമില്ലായിരുന്നു. നീറ്റാണ് JEE ആണ് പ്രിപ്പയർ ചെയ്യുന്നത്? നീറ്റാണ്. ടഫായിരുന്നു, എന്നാലും എഴുതാൻ പറ്റും. ഇതിന് മുന്നേ എഴുതിയിട്ടില്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോ എങ്ങനെയുണ്ട് ഈ എക്സാം? സിമ്പിൾ ആയിരുന്നു. അപ്പം നല്ലോണം പ്രിപ്പയർ ചെയ്തായിരുന്നോ? കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യായിരുന്നു തോന്നുന്നു. ഓക്കെ, പ്രതീക്ഷിക്കാം. നീറ്റാണോ JEE? നെക്സ്റ്റിന്റെ ക്ലാസ് ഒക്കെ കണ്ടിട്ടാണോ പ്രിപ്പയർ ചെയ്തത്? ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു പഠിച്ച പോലെ തന്നെ വന്നു. ഓക്കെ, നല്ല എക്സാം ആണ്. എല്ലാം 3 നീറ്റാണോ JEE ആണോ? JEE ആണ്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണോ ഈ നെക്സ്റ്റ് എക്സാം എഴുതുന്നത്? ആണ്. അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായം, നല്ല ക്ലാസ് ആണോ? ഓക്കെ, നീറ്റാണോ JEE ആണോ? നീറ്റ്. അപ്പം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? കിട്ടും അല്ലേ? ഓ, അപ്പം നമുക്ക് ഓഫ് ഫോർ ദ ബെസ്റ്റ് അല്ലേ? അപ്പം ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് കാണാം. ഓക്കേടാ, താങ്ക് യു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.